നാറുകൾ എന്നല്ലേ പറയുള്ളൂ. മക്കൾക്കൊക്കെ ഫോൺ മേടിച്ചു കൊടുക്കുമ്പോൾ ഈ 15, 13, 12 വയസ്സുള്ള പിള്ളേർക്ക് ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഫോൺ വേണമല്ലോ. മേടിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അവൻ്റെ തള്ളേനെ തന്നെ വിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള തള്ളമാരെ ഇതേപോലെ വിൽക്കും. എന്താ അവസ്ഥയെന്ന് വെച്ചാൽ, ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പ്രൊഫൈൽ കണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. എടാ അത് കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് തന്നെ അമ്മ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എന്നല്ല, KL മം എന്നാണ്. അതായത് കേരളത്തിലുള്ള അമ്മമാരുടെ പ്രൊഫൈൽ. ആ അതിൽ വെറുതെ കയറി നോക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ അതിശയിച്ചു ഇയാളെ. അതായത് അവർ ചെയ്യുന്ന ഓരോ പണിയെടുക്കുമ്പോൾ എടുക്കുന്ന വീഡിയോസിലൂടെയാണോ, ഇനി ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കുന്നതാണോ, അത് നിസ്സാര കാശിനേക്ക് 10, 100 രൂപ, 500 രൂപയൊക്കെ. കാരണം ഈ അടുത്ത് ഈഗിൾ ബ്രോ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് പിടിച്ചപ്പോൾ ഒരു പയ്യൻ 15 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യന്, 15 വയസ്സ്. ഇന്ന് 12, 13, 15, 16, 17 വയസ്സുള്ള പയ്യന്മാരാണ് ഈ ഗ്രൂപ്പൊക്കെ ഹാൻഡിൽ ചെയ്യണത്. അതിൻ്റെ അകത്തൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് പോരെങ്കിൽ അതിന് കൂടിയ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് കാശ് കൊടുത്താൽ കിട്ടും. അതായത് ഈ ഫോൺ മേടിച്ചു കൊടുത്തിട്ട് കുടുംബത്തിൽ ഇരുത്തി കഴിയുമ്പോൾ ഇതേപോലെ പ്രായമുള്ളവന്മാർ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന തന്തക്ക് പറഞ്ഞ തന്തയിലായ്മ കാണിക്കണം കുറേ നാറികൾ. അല്ലാണ്ട് ഒന്നും പറയാനില്ല. ആ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. എടാ നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്, പല രീതിക്കാണ്. നമ്മൾ ഇതുപോലെ അത്രയും മോശമായ രീതിക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ഇത്രയും മോശമായ രീതിക്ക് സ്വന്തം തള്ളേനെയൊക്കെ എങ്ങനെയാടാ, അല്ലെങ്കിൽ പെങ്ങളെ, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ അമ്മേനെ, അല്ലെങ്കിൽ എടാ നിങ്ങൾക്കും സ്വന്തമായിട്ട് തള്ളമാരില്ലേ? ഇനിയിപ്പോൾ അതില്ലാത്തതിൻ്റെ വിലയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അതും കണക്കായിട്ടാണ് ഇവന്മാർ കൂട്ടി കാണിക്കുന്നതൊന്നും നമുക്കറിയില്ല. ഇനിയിപ്പോൾ ആരുടെയൊക്കെ തള്ളമാരുണ്ട്, ആരുടെയൊക്കെ അമ്മമാർ അതിൻ്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ട്, ഈ ഫോട്ടോ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ കയറിയിട്ട് നമുക്ക് പരിചയമുള്ള കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അത് ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സ് വരൂല. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുടുംബത്തിൽ ഓരോ തമാശ രീതിക്ക് എടുക്കുന്ന ഓരോ വീഡിയോസ് ഉണ്ടാവും. ചിലപ്പോൾ അവർ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരുണ്ടാവും. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഇവന്മാർ വീഡിയോ എടുക്കുമ്പോൾ അതൊന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ സ്വന്തം കിടപ്പറയിൽ സ്വന്തം തള്ള കിടക്കണതിൻ്റെ ഫോട്ടോ വരെ എടുത്തിട്ട് അത് അയച്ചു കൊടുത്ത് കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്ത് സത്യം. അങ്ങനത്തെ വീഡിയോസൊക്കെ, അങ്ങനത്തെ ഫോട്ടോസൊക്കെ ചിലതൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അതൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. സ്വന്തം വീട്ടിലുള്ള തന്തക്ക് പിറന്നിട്ടും തന്തയിലായ്മ കാണിക്കണം, തിന്നാൻ കൊടുത്തിട്ട് എല്ലിൻ്റെ കയറണം കുറേ നാറിയ എൻ്റെ മക്കൾ പിള്ളേർ എന്താ പറയുക. എങ്ങനെയൊക്കെ അവനെയൊക്കെ വിളിക്കാൻ പറ്റുമോ? അവനെയൊക്കെ സത്യം പറഞ്ഞാൽ അവനെയൊക്കെ കിട്ടണം. അങ്ങനെയൊക്കെ കിട്ടിയാലാണ് അതിന് ബാക്കി പറയാൻ പറ്റുള്ളൂ. സൂക്ഷിക്കുക. പ്രൊഫൈലും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇന്ന് അത് ജനറേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വേറെ രീതിക്ക് ആക്കാൻ വരെ പിള്ളേരുണ്ട്, തുനിഞ്ഞിരിക്കണവന്മാരുണ്ട്. ഇന്ന് അതിന് വേണ്ടി മാത്രമായിട്ട്. മാക്സിമം ശ്രദ്ധിക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ഒരു പേജ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് കയറിയിട്ട് ആ റിപ്പോർട്ട് ചെയ്ത് കളയും. പിള്ളേർക്കൊക്കെ ഫോണൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ തന്തമാരോടും കൂടിയാണ് ഫോണൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് എടുക്കും തലക്കാതെ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. സ്വന്തം തള്ളേനെ വിറ്റ് കാശുണ്ടാക്കണ്ടോ എന്നുള്ളത്, പെങ്ങന്മാരെ വിറ്റ് കാശുണ്ടാക്കണ്ടോ എന്നല്ല, അയലൊക്കത്തെ വീട്ടിലെ തള്ളേനെ വിറ്റ് കാശുണ്ടാക്കണ്ടോ, ആ ചേച്ചീനെ വിറ്റ് കാശുണ്ടാക്കണ്ടോ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. എന്തൊരു അവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ഒന്നൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പേടിയാണ് സത്യം. സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ